ഒരു സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇരുവിഭാഗങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്ന് UN പറയുന്നുണ്ട്. ലോകത്തിന് ഇന്ത്യ പാക് സൈനിക ഏറ്റുമുട്ടൽ താങ്ങാൻ ശക്തിയില്ലെന്നും ഗുട്ടറസ് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രത്തലവന്മാർ എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ നൽകുന്നത്? അഞ്ജലി, പഹൽഗാം ഭീകരാക്രമണത്തിലൊടുവിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടി വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ 4 ഇടങ്ങളിലും പാക് അധിനിവേശ കാശ്മീരിലെ 5 ഇടങ്ങളിലുമാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്. ഇന്ന് പുലർച്ചെ 1:44 ഇത്തരത്തിൽ ഇന്ത്യ ഒരു തിരിച്ചടി നൽകുന്നത്. നീതി നടപ്പാക്കിയെന്നായിരുന്നു സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വന്ന ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പ്രതികരണങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിഷയം ആക്രമണത്തെ പറ്റി US സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോനെ ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അമേരിക്കയുമായി പങ്കുവെച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൂടാതെ ഈ ഒരു സംഘർഷം അധികം നാൾ നീണ്ടു പോകരുതെന്നും പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ UN ഭാഗത്തു നിന്നും ഒരു സംയമനം പാലിക്കണമെന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ UN സെക്രട്ടറിയായ ആന്റോണിയോ ഗുട്ടറസ്. ഇരുവിഭാഗങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും UN ലോകത്തിന് ഇന്ത്യ പാക് സൈനിക ഏറ്റുമുട്ടൽ താങ്ങാൻ ശേഷിയില്ലെന്നുമാണ് ഇത്തരത്തിൽ ഗുട്ടറസ് പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വിവരങ്ങളെല്ലാം US, UK, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇതിനകം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ധരിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇന്നലെ ചീഫ് സെക്രട്ടറി തലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളും ഇന്നലെ ഡൽഹിയിൽ നടന്നിരുന്നു. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ജയശങ്കറുമായും ഇത്തരത്തിൽ അന്താരാഷ്ട്ര നേതാക്കളുമായുമെല്ലാം ഇന്നലെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. കൂടാതെ ഇന്ന് മോക്ക് ട്രയൽ നടക്കുമെന്ന ഒരു വിവരം നൽകിയതിൻ്റെ പുറത്ത് ഇന്ത്യ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ പാക് അധിനിവേശ കശ്മീരിലേക്കും ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. പാക് സൈനിക കേന്ദ്രങ്ങളെ ഒഴിവാക്കി സൂക്ഷ്മമായ ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതായത് ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ എ തോയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞ ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും മുറിഡ്കയിൽ ലഷ്കർ കേന്ദ്രങ്ങളിലേക്കുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം നടന്നുവെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. തിരിച്ചടിക്കുമെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആക്രമണത്തിൽ മരണം സംഭവിച്ചതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ജലി.